നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി. പാലക്കാട് ധോണിയിൽ വീണ്ടും പുലി ഇറങ്ങി. ധോണി പള്ളക്കാട് സ്വദേശി ടിജി മാണിയുടെ വീട്ടിലാണ് പുലി ഇറങ്ങിയത്. 5 ദിവസം മുൻപും ഈ വീട്ടിൽ പുലി എത്തിയിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ടിജി മാണിയുടെ വീട്ടിൽ പുലി ഇറങ്ങിയത്. വീടിന് പുറകിലെ മരത്തിലിടുന്ന കോഴിയെ പിടികൂടി പുലി ഓടിമറയുന്നത് CCTV ദൃശ്യങ്ങളിൽ കാണാം. മാർച്ച് 11-നും ഈ വീട്ടിൽ പുലി എത്തിയിരുന്നു. അന്നും കോഴിയെ പിടികൂടി. സംഭവം ആവർത്തിച്ചതോടെ കടുത്ത ഭീതിയിലാണ് വീട്ടുകാർ. ഇന്നലെ ഒരു 2:45 വെളുപ്പിന് 2:45 ഞാൻ രാവിലെ വന്നപ്പോൾ ഇങ്ങനെ ബക്കറ്റൊക്കെ അവിടെ പൊട്ടി കിടക്കണു. അപ്പം അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നിട്ടുണ്ടായിരുന്നു. 11-ാം തീയതി ഒരു 12:30 വന്നിട്ടുണ്ടായിരുന്നു. അന്നും കോഴിനെ ഈ മരത്തിലിരിക്കണ കോഴിനെ പിടിച്ചിട്ട് പോയി. അതേപോലെ ഇതിപ്പോൾ ഇങ്ങനെ ബക്കറ്റൊക്കെ പൊട്ടിക്കിടക്കണിട്ട് ഞാനിങ്ങനെ നോക്കിയതാണ്. ധോണി മേഖലയിൽ പുലിയിറങ്ങി നിരവധി വളർത്തുമൃഗങ്ങളെയാണ് ആക്രമിച്ചത്. വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പുലിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ ശക്തമായ നടപടികൾ വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. തൃശൂർ ആറാട്ടുപുഴയിൽ പൂരത്തിനിടെ ആന ഇടഞ്ഞ ആന മറ്റൊരാനയെ കുത്തി. സംഭവം കണ്ട് നാട്ടുകാർ ചിതറിയോടി. കുഴിയിൽ വീണ 2 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ മന്ദാരം കടവിലാണ് സംഭവം. ആനകൾ പെട്ടെന്ന് ശാന്തരായതോടെ വൻ അപകടം ഒഴിവായി. മലപ്പുറം വളാഞ്ചേരിയിൽ കാർ നന്നാക്കുന്നതിനിടെ യുവാവിന്റെ തലയിൽ തീപിടിച്ചു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വളാഞ്ചേരി പട്ടാമ്പി റോഡിലാണ് സംഭവം. വളാഞ്ചേരി പോപ്പിൻസ് റോഡിന് സമീപത്ത് വെച്ച് കാറിന്റെ റിപ്പയറിംഗ് പണിയിലായിരുന്നു യുവാവ്. ബോണറ്റ് തുറന്ന് വാഹനം നന്നാക്കുന്നതിനിടെയാണ് ബോണറ്റിനുള്ളിൽ നിന്നും തീ പടർന്നത്. തീ യുവാവിന്റെ തലയിലേക്കാണ് പടർന്നത്. എന്നാൽ യുവാവ് പരിഭ്രമമില്ലാതെ കൈകൊണ്ട് തന്നെ തീ അണയ്ക്കാൻ ശ്രമിച്ചത് വലിയ അപകടം ഒഴിവാക്കി. കോതമംഗലം നെല്ലിക്കുഴിയിൽ തടിമിൽ കത്തി നശിച്ചു. ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. മെഷീനറികളും മേൽക്കൂരയും തടികളും കത്തി നശിച്ചു. അബൂബക്കർ, സിദ്ദിഖ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് മിൽ. 10 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് അനുമാനം. തീപിടുത്തത്തിന്റെ കാരണം പരിശോധിച്ചു വരികയാണ്. ചുട്ടുപൊള്ളി നാട്. പഞ്ചായത്തിന്റെ അനാസ്ഥയെ തുടർന്ന് കുടിവെള്ളം ലഭിക്കാതെ 100ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. കോന്നി അരുവാപ്പുലം പഞ്ചായത്തിലെ തോപ്പിൽ മിച്ചഭൂമി നിവാസികളാണ് വേനൽക്കാലത്ത് കുടിവെള്ളമില്ലാതെ ദുരിതത്തിലായിരിക്കുന്നത്. വേനൽ രൂക്ഷമായതോടെ കടുത്ത കുടിവെള്ളക്ഷാമമാണ് അരുവാപ്പുലം പഞ്ചായത്തിലെ തോപ്പിൽ മിച്ചഭൂമി നിവാസികൾ അനുഭവിക്കുന്നത്. കോളനിയിലെ കിണറുകളിൽ വെള്ളമില്ലാതായതോടെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വെള്ളമെത്തിച്ചാണ് പലരും ഉപയോഗിക്കുന്നത്. ഇതിനു പുറമെ പണം കൊടുത്ത് വെള്ളം വാങ്ങി ഉപയോഗിക്കുന്നവരും കോളനിയിലുണ്ട്. 2 വർഷം മുമ്പ് കോളനിക്കാർക്ക് വെള്ളം എത്തിക്കുന്നതിനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വാട്ടർ ടാങ്കും പൈപ്പും സ്ഥാപിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകാത്തതാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാകാൻ കാരണം. എനിക്കിപ്പോൾ 22 വയസ്സുണ്ട്. 22 വർഷമായിട്ട് ഞാൻ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ താഴെ കുഴിയിൽ പോയ അമ്മയായാലും എല്ലാവരും വെള്ളം ചുമ്മിക്കൊണ്ട് വരുന്നത്. ഇപ്പോൾ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ 3 കുഞ്ഞുങ്ങളുണ്ട്. ഇത്ര നാളായിട്ട് വെള്ളത്തിന് താഴെ പോയി ചുമ്മാ ഇപ്പോൾ വെള്ളം മേടിക്കുക. മെമ്പറിനോട് പറഞ്ഞ് ഞങ്ങൾ മടുത്തു. ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത്രയും സൈഡിലെ സ്ഥലം ഞങ്ങൾ കൊടുത്തു. വെള്ളത്തിന് ടാങ്ക് വെക്കാം. വെള്ളത്തിന് ടാങ്ക് വെച്ചിട്ട് ഇപ്പോൾ 1 വർഷമായി ടാങ്കിൻ്റെ ഇത്രയും പണികളും കാര്യങ്ങളും ചെയ്തിട്ട് ഇതുവരെ വെള്ളം അടിച്ചിട്ടില്ല. മുൻകാലങ്ങളിൽ പഞ്ചായത്ത് അധികൃതർ പ്രദേശവാസികൾക്ക് ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിച്ച് നൽകിയിരുന്നു. എന്നാൽ വേനൽ രൂക്ഷമായതോടെ ഇപ്പോൾ അതും ലഭിക്കുന്നില്ല. കഷ്ടങ്ങൾ തന്നെയാണ്, ഭയങ്കര ദുരിതങ്ങളാണ്. ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങളെ ഒന്ന് കുളിപ്പിക്കാൻ പോലും ഉള്ള ബുദ്ധിമുട്ടിൽ അത്രത്തോളം ദാരിദ്ര്യത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്. ഈ തോപ്പി മിച്ചഭൂമിയിൽ വളരെയേറെ കഷ്ടങ്ങളാണ് ജനങ്ങളോട് അധികാരപ്പെട്ടവർ പെരുമാറുന്നത്.
ഇതിന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും ഈ കുഞ്ഞുങ്ങളെ മലക്ക കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ ഇതിനൊരു ധർണ സംഘടിപ്പിക്കാൻ പോവാണ്. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി പഞ്ചായത്ത് അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട. വേനൽ ചൂടിന്റെ കാഠിന്യത്തിൽ ജോലിയിലേർപ്പെടുന്ന ട്രാഫിക് പോലീസുകാർക്കും പൊതുജനങ്ങൾക്കും ഗുണകരമായി കുടിവെള്ള വിതരണ യൂണിറ്റ്. പദ്ധതിയുടെ ഉദ്ഘാടനം റൂറൽ ജില്ലാ പോലീസ് മേധാവി രവി നിർവഹിച്ചു. കഠിനമായ ചൂട് അനുഭവപ്പെടുന്നതിനാൽ കൊട്ടാരക്കര ട്രാഫിക് പോയിന്റുകളിൽ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ദാഹമകറ്റുന്നതിനായും ഭക്ഷണത്തിനായുമാണ് പദ്ധതി നടപ്പാക്കിയത്. കിഴക്കേ തെരുവ് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റാണ് ഫുഡ് ബാങ്ക് സ്ഥാപിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ഈ സംരംഭത്തിൽ പങ്കുകൊള്ളാൻ നല്ലവരായ ആളുകൾ ഓരോ പൊതി അവരുടെ പൊതിച്ചോറുകൾ ഇവിടെ എത്തിച്ചാൽ അത് ഇവിടെ നിന്ന് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ വന്നാൽ ഭക്ഷണം കിട്ടും എന്ന് അറിയുന്നുണ്ടെങ്കിൽ ആഹാരമില്ലാതെ വിഷമിച്ച് നടക്കുന്ന നമ്മുടെ നാട്ടിലെ നിരാലംബരായ ആളുകൾക്ക് ഇവിടെ വന്നാൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാനുള്ള ഒരു അവസരം കൂടെ അത് ഉണ്ടാവും. വേനൽ ചൂട് അവസാനിക്കും വരെ കുടിവെള്ള വിതരണ സംവിധാനം പൊതുജനങ്ങൾക്കും ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും ഉപയോഗപ്രദമാകുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഇത്തരത്തിലുള്ള പദ്ധതികൾ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുമെന്നും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സാജു RL അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. ഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ട് പട്ടാമ്പിയിൽ ഓട്ടിസം ക്ലബ്ബ് പ്രവർത്തനം തുടങ്ങി. ഓട്ടിസം ഉള്ളവർക്ക് ഒത്തുചേരാനും അവർക്ക് ആവശ്യമായ പരിശീലനങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയുമാണ് ലക്ഷ്യം. രക്ഷിതാക്കളുടെ മേൽനോട്ടത്തിലാണ് ക്ലബ്ബിന്റെ പ്രവർത്തനം. ഓട്ടിസം ഉള്ളവർക്ക് ഒത്തുചേരാനും അവർക്ക് ആവശ്യമായ പരിശീലനങ്ങളും നിർദ്ദേശങ്ങളും നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനുമാണ് ഓട്ടിസം ക്ലബ്ബ് ആരംഭിച്ചത്. എല്ലാ ഞായറാഴ്ചകളിലും ബുധനാഴ്ചകളിലുമായി കേന്ദ്രത്തിൽ ഓട്ടിസം ബാധിച്ചവർക്ക് തൊഴിൽ പരിശീലനവും വിവിധ തെറാപ്പികളും നൽകും. രാവിലെ കീഴായൂർ ടർഫ് മൈതാനത്ത് ഓട്ടിസം ബാധിച്ചവർക്കായി സൗജന്യ ഫുട്ബോൾ കോച്ചിങ്ങും നടത്തിവരുന്നു. നമ്മുടെ മാജിക് ഷോ, അതുപോലെ തന്നെ കുട്ടികൾക്ക് അവിടെ കീഴായൂർ ടർഫിലുള്ള ഒരു ഫുട്ബോൾ പരിശീലനം, ഇങ്ങനെ ഉള്ള ഒരു കർമ്മ പദ്ധതിയാണ് ഇപ്പോൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇതിൽ പല രൂപത്തിലും പല പ്രായത്തിലുള്ള കുട്ടികളുണ്ട്. ഇവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രയാസം പിടിച്ചിട്ടുള്ള പരിപാടിയാണ്. അതിലേക്കുള്ള തുടക്കമാണ് ഇവിടെ കുറിച്ചിട്ടുള്ളത്. പെരുമാറ്റ വൈകല്യമുള്ളവരെ വളർത്തുന്ന രക്ഷിതാക്കൾക്ക് നിരവധി മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതുമൂലം രക്ഷിതാക്കളും ഏറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഇവരെ സഹായിക്കാൻ ഓട്ടിസം ബാധിച്ചവരുടെ രക്ഷിതാക്കളും സമൂഹവും ഒരുമിച്ച് നിൽക്കുന്നതിനാണ് ക്ലബ്ബ് രൂപീകരിച്ചത്. ന്യൂസ് 18 പട്ടാമ്പി. മുക്കം ഇരവഴിഞ്ഞിപ്പുഴയിൽ കയാക്കിംഗ് റൈഡ് ആരംഭിച്ചു. ജലകായിക വിനോദങ്ങളെ ജനകീയമാക്കാൻ രൂപീകരിച്ച ക്ലബ്ബ് റിവേക്കയുടെ ആഭിമുഖ്യത്തിലാണ് കാരശ്ശേരി പഞ്ചായത്തിലെ ചോണാട് കടവിൽ കയാക്കിംഗ് ആരംഭിച്ചത്. ലോകത്തെ ഏറ്റവും ജനപ്രിയമായ ജലകായിക വിനോദ പരിപാടികളിൽ ഒന്നായ കയാക്കിംഗ് ആണ് മുക്കം ഇരുവഴിഞ്ഞിയിൽ തുടക്കമായത്. ജലകായിക വിനോദങ്ങളെ ജനകീയമാക്കാൻ രൂപീകരിച്ച ക്ലബ്ബ് റിബേക്കയുടെ ആഭിമുഖ്യത്തിലാണ് മുക്കത്ത് ഇരുവഴിഞ്ഞിയിൽ കയാക്കിംഗ് ആരംഭിച്ചത്. രാവിലെ 6 മണി മുതലും വൈകിട്ട് 4 മണിക്കുമാണ് റൈഡ് ആരംഭിക്കുക. നമ്മൾ 2 ടൈപ്പ് റൈഡാണുള്ളത്. ഒന്ന് സൺറൈസ് റൈഡും ഒന്ന് സൺസെറ്റ് റൈഡുമാണ്. സൺറൈസ് വരുന്നത് നമുക്കൊരു 6 മണി ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സൺസെറ്റ് വരുന്നത് ഒരു 4 മണി 4:30 ആകുമ്പോഴാണ്. ഒരു 3 to 4 hours ഉള്ള റൈഡാണ് വരുന്നത്. കാരശ്ശേരി ചോണോട് പുഴയോർത്ത് നടന്ന ചടങ്ങിൽ തിരുവമ്പാടി നിയോജക മണ്ഡലം MLA ലിൻഡോ ജോസഫ്, കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിതയ്ക്ക് തുഴ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. നാടിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്താനും ജനങ്ങളെ പുഴയുമായി കൂടുതൽ അടുപ്പിക്കുന്നതിനും പുഴ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനും ജലവിനോദ പരിപാടികൾ സഹായകരമാകുമെന്ന് ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. ഒരു പ്രത്യേക അനുഭവം തന്നെയാണിത്. നമ്മൾ പലതവണയായിട്ട് ഇങ്ങനെ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് നമ്മുടെ ഈ മേഖലയെ ടൂറിസത്തിൻ്റെ അനന്തമായ സാധ്യതകൾ തുറന്നു കൊടുക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് പുഴയെ കൂടുതൽ അറിയാനും കൂടുതൽ പഠിക്കാനും മാലിന്യരഹിതമാക്കി നമ്മുടെ പുഴയെ മാറ്റാനൊക്കെ കഴിയുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ കാരശ്ശേരി പഞ്ചായത്ത് വാർഡ് മെമ്പർ സത്യൻ മുണ്ടയിൽ, റഫീഖ് ചോനോട്, TM ജാഫർ, പോൾസൺ ഹാമിദ് അലി, ഉബൈസ് ചോനോട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 മുക്കം. ജീവകാരുണ്യത്തിന് പുതിയ ചരിത്രമായിരിക്കുകയാണ് മലപ്പുറം കൽപ്പകഞ്ചേരി വളവന്നൂരിലെ ബിരിയാണി ചലഞ്ച്. ഒറ്റ ദിവസം കൊണ്ട് 1 കോടി രൂപയാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവിന് വേണ്ടി സമാഹരിച്ചത്. ആയിരക്കണക്കിന് പേരാണ് ബിരിയാണി ചലഞ്ചിന്റെ ഭാഗമായത്.
ഒറ്റ ദിവസം കൊണ്ട് 1 കോടി രൂപയാണ് ബിരിയാണി ചാലഞ്ചിലൂടെ ഈ കൂട്ടായ്മ സമാഹരിച്ചത്. 1 ലക്ഷം പേർക്കാണ് 500ഓളം വരുന്ന പാചകക്കാർ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ബിരിയാണി പാകം ചെയ്തത്. കൽപ്പകഞ്ചേരി വളവന്നൂരിലാണ് ഇത്രയധികം ചെമ്പുകളിൽ നിന്നും ജീവകാരുണ്യത്തിന്റെ ബിരിയാണി മണം പരന്നത്. 2000 വോളണ്ടിയർമാരാണ് ദിവസങ്ങളോളം നീണ്ട ബിരിയാണി ചാലഞ്ചിനായി നേതൃത്വം നൽകിയത്. സൗജന്യമായി ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മളുടെ പാലിയേറ്റീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം കണ്ടതുകൊണ്ടും അത് അനുഭവിച്ചുകൊണ്ടുമായിരിക്കും ഇത്രയും സപ്പോർട്ട് നമുക്ക് എല്ലാ ഭാഗത്തുനിന്നും കിട്ടിയത്. ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. 6 വർഷമായി ജീവകാരുണ്യ രംഗത്ത് സജീവമായ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ ആഭിമുഖ്യത്തിലാണ് ചാലഞ്ച് നടത്തിയത്. ബിരിയാണി ചാലഞ്ചുകൾ സജീവമാകുന്ന കാലത്ത് 1 ദിനം കൊണ്ട് 1 കോടി സമാഹരിച്ച നേട്ടമാണ് ഇവർക്കുള്ളത്. ന്യൂസ് 18 തിരൂർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും മൃതദേഹം മാറ്റി നൽകി. അപകടത്തിൽ മരിച്ച യുവാവിന്റെ മൃതദേഹത്തിന് പകരം മറ്റൊരാളുടെ മൃതദേഹം മാറി നൽകി. ഒറ്റശേഖരമംഗലം സ്വദേശി ലാൽമോഹന്റെ ബന്ധുക്കൾക്കാണ് ബാബു എന്നയാളുടെ മൃതദേഹം നൽകിയത്. ലാൽമോഹൻ മെഡിക്കൽ കോളേജിൽ മരിച്ചത് സംസ്കാരം കഴിഞ്ഞ് 4ാം ദിവസമാണ്. സംഭവത്തിൽ സൂപ്രണ്ട് സെക്യൂരിറ്റി ഓഫീസറോട് റിപ്പോർട്ട് തേടി. ഒറ്റശേഖരമംഗലം സ്വദേശിയായ ലാൽമോഹനും പ്രാവച്ചമ്പലം സ്വദേശിയായ ബാബുവിനും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നടന്ന അപകടങ്ങളിൽ ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജിലെത്തിക്കുന്നത് ഈ മാസം 11-ന്. ഇരുവരെയും അജ്ഞാതരെന്ന് രേഖപ്പെടുത്തി. ലാൽമോഹനാണെന്ന് കരുതി അധികൃതർ ബന്ധുക്കളെ കാണിച്ചത് ബാബുവിനെ. മുഖത്തെ മുറിവും നീരുമൊക്കെയായി തിരിച്ചറിയാനാകാത്ത നിലയിലായിരുന്നു മൃതദേഹം. പിറ്റേന്ന് മരിച്ച ബാബുവിന്റെ മൃതദേഹം ലാൽമോഹന്റെ ബന്ധുക്കൾക്ക് കൈമാറുകയും അവരത് സംസ്കരിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന അജ്ഞാതൻ എന്ന് രേഖപ്പെടുത്തിയ ലാൽമോഹൻ മരിക്കുന്നത് ഇന്നലെ രാവിലെ. പോലീസിൽ നിന്ന് അന്വേഷണം വരികയും തുടർന്ന് മോർച്ചറിയിലെത്തി മൃതദേഹം കാണുകയും ചെയ്തപ്പോഴാണ് ബന്ധുക്കൾ വസ്തുത അറിയുന്നത്. മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. എന്നാൽ വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. സംഭവത്തിന്റെ നിജസ്ഥിതി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സൂപ്രണ്ട് സെക്യൂരിറ്റി ഓഫീസറോട് ആവശ്യപ്പെട്ടു. ന്യൂസ് 18 തിരുവനന്തപുരം. ഗെയിൽ പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതിയുടെ ഭാഗമായുള്ള പാലക്കാട് സിറ്റി ഗ്യാസ് പദ്ധതി അടുത്ത മാസം കമ്മീഷൻ ചെയ്യും. ആദ്യഘട്ടത്തിൽ ഏലപ്പുള്ളി, പുതുശ്ശേരി പഞ്ചായത്തുകളിലെ 2 വാർഡുകളിൽ ഗ്യാസ് എത്തും. ഇതിനു പുറമെ CNG സ്റ്റേഷനുകളിലേക്കും വാളയാറിലെ പ്രധാന സ്റ്റേഷനിൽ നിന്ന് ഗ്യാസ് എത്തിക്കും. വാളയാറിലുള്ള പ്രധാന വിതരണ സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെയാണ് പദ്ധതി കമ്മീഷൻ ചെയ്യുക. കൂറ്റനാട് മുതൽ വാളയാർ വരെയുള്ള ഗെയിൽ പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതിയുടെ നിർമ്മാണം നേരത്തെ പൂർത്തിയായിരുന്നു. വാളയാറിലുള്ള പ്രധാന വിതരണ സ്റ്റേഷന്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. ആദ്യഘട്ടത്തിൽ എലപ്പുള്ളി, പുതുശ്ശേരി പഞ്ചായത്തുകളിലെ 2 വാർഡുകളിലേക്കാണ് പൈപ്പ് ലൈൻ വഴി ഗ്യാസ് എത്തിക്കുക. ഇന്ത്യൻ ഓയിൽ, അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡിനാണ് വിതരണ ചുമതല. ഇവിടെയുള്ള 1000ഓളം വീടുകളിലേക്ക് നേരിട്ട് ഗ്യാസ് എത്തും. തുടർന്ന് കഞ്ചിക്കോട്ടെ വ്യവസായ സ്ഥാപനങ്ങളിലേക്കും പൈപ്പ് ലൈൻ വഴി ഗ്യാസ് എത്തിക്കും. വിതരണ സ്റ്റേഷൻ പ്രവർത്തന സജ്ജമായാൽ CNG സ്റ്റേഷനുകളിലേക്ക് ഈ മാസം തന്നെ ഗ്യാസ് എത്തും. ഇപ്പോൾ കൊച്ചിയിൽ നിന്നാണ് CNG എത്തിക്കുന്നത്. ജില്ലയിൽ കൂടുതൽ CNG പമ്പുകളും ആരംഭിക്കും. പാലക്കാട് നഗരത്തിലേക്ക് വിതരണ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ ദേശീയപാത അതോറിറ്റിയുടെ അനുമതി ലഭിക്കേണ്ടതുണ്ട്. അനുമതി കിട്ടിയാൽ ഈ വർഷം തന്നെ പാലക്കാട് നഗരത്തിലും പദ്ധതി നടപ്പിലാക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ജില്ലയിലൊട്ടാകെ വിവിധ ഘട്ടങ്ങളിലായി സിറ്റി ഗ്യാസ് പദ്ധതി പൂർത്തിയാകാൻ 8 വർഷമെടുക്കുമെന്നാണ് കണക്കുകൂട്ടൽ. എലപ്പുള്ളി, പുതുശ്ശേരി പഞ്ചായത്തുകളിലെ വീടുകളിലേക്ക് അടുത്ത മാസം പൈപ്പിലൂടെ ഗ്യാസ് എത്തിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അതിവേഗത്തിൽ നടക്കുന്നത്. അതിനുശേഷം പാലക്കാട് നഗരത്തിലും ഗ്യാസ് എത്തിക്കും. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. ആലപ്പുഴ നൂർനാടിൽ ടോറസ് ലോറി പാഞ്ഞുകയറി 3 മരണം. പ്രഭാത സവാരിക്കിറങ്ങിയ ഏരുമക്കുഴി സ്വദേശികളായ VM രാജു, വിക്രമൻ നായർ, രാമചന്ദ്രൻ നായർ എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ ഒരാൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അമിത വേഗതയാണ് അപകട കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇടിച്ച ശേഷം നിർത്താതെ പോയ ലോറിയുടെ ഡ്രൈവർ പള്ളിക്കൽ സ്വദേശി അനീഷ് മോൻ പിന്നീട് നൂർനാട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ലോറിയും കസ്റ്റഡിയിലെടുത്തു. നിരവധി കേസുകൾക്ക് തുമ്പുണ്ടാക്കിയ പോലീസ് സ്റ്റേഷനാണ് കരിപ്പൂരിലേത്. എന്നാൽ സ്വന്തമായി കെട്ടിടം പോലും ഇല്ലാതെ പരിമിതികളുടെ നടുവിലാണ് ഏറെ നാളായി കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ. വർഷങ്ങളായി വാടക കെട്ടിടത്തിലാണ് കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ. പേരിൽ കരിപ്പൂർ എന്നുണ്ടെങ്കിലും കരിപ്പൂരിൽ നിന്നും കിലോമീറ്ററുകൾ അകലെയുള്ള കുമ്മണിപ്പറമ്പിലാണ് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. കുമ്മണിപ്പറമ്പിൽ തറയിട്ടാൽ റോഡിനരികിലെ വാടക വീടാണ് സ്റ്റേഷൻ. 2 കിടപ്പുമുറികളും അടുക്കളയും ഡൈനിങ് ഹാളും ഉൾപ്പെടുന്ന വീട്ടിൽ 40-ലേറെ പോലീസുകാരുണ്ട്. എല്ലാവരും ഒന്നിച്ചെത്തിയാൽ നിൽക്കാനുള്ള സൗകര്യം പോലുമില്ലാത്ത അവസ്ഥ. കെട്ടിടത്തിന് മുകളിൽ താൽക്കാലിക സൗകര്യമൊരുക്കിയാണ് പോലീസുകാർ വിശ്രമിക്കുന്നത്.
മഴക്കാലത്ത് ചോർച്ചയും വേനലിൽ കടുത്ത ചൂടുമാണ് ഈ വിശ്രമമുറിയിൽ. സ്റ്റേഷനിൽ ലോക്കപ്പില്ലാത്തതിനാൽ പ്രതികളെ കൊണ്ടോട്ടി സ്റ്റേഷനിലാണ് പാർപ്പിക്കുന്നത്. തൊണ്ടി വാഹനങ്ങളും മറ്റും സൂക്ഷിക്കാനും സൗകര്യമില്ല. സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റാൻ നേരത്തെ ശ്രമങ്ങൾ നടന്നിരുന്നെങ്കിലും മതിയായ സ്ഥലം ലഭിച്ചിട്ടില്ല. വിമാനത്താവള പരിസരത്തേക്ക് പോലീസ് സ്റ്റേഷൻ മാറ്റണമെന്ന ആവശ്യവും ശക്തമാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള കേസുകളെല്ലാം രജിസ്റ്റർ ചെയ്യുന്നത് ഈ സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷന് വേണ്ടിയുള്ള കെട്ടിട നിർമ്മാണത്തിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 കരിപ്പൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.